ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോയിൽ കാണുന്ന ഇൻസ്റ്റലേഷൻ ടാപ്പ് വെച്ചിട്ടുള്ളൊരു ചെറിയ ഗ്രാഫ്റ്റ് ആർട്ട് കണ്ടാലോ? എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഉണ്ടാക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ടത് കുറച്ച് പൂവിൻ്റെ മൊട്ടും ഇലകളൊക്കെയാണ് വേണ്ടത് കേട്ടോ. ഇലകളുടെ കഷ്ണമൊക്കെ നിങ്ങൾക്ക് പറിക്കാവുന്നതാണ്. 70ാമത്തെ സബ്സ്ക്രൈബർ ആരാണ് എന്ന് നമുക്ക് നോക്കാം. എല്ലാവരും പൂവും ഇലകളൊക്കെ പറിച്ചോളൂ കേട്ടോ. അപ്പം അതെ, എൻ്റെ പൂവ് പറിച്ചൊക്കെ കഴിഞ്ഞിട്ടോ. ഇതിനാകെ നമുക്ക് വേണ്ടത് ഒരു ഇൻസ്റ്റലേഷൻ ടാപ്പ്, ഒരു കത്രിക മാത്രം നമുക്ക് മതി കേട്ടോ. അപ്പം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇൻസ്റ്റലേഷൻ ടാപ്പിൽ നിന്ന് 2 കഷ്ണം നമുക്ക് മുറിച്ചെടുക്കണം. എന്നിട്ടൊരു വലിയ കഷ്ണം മുറിച്ചെടുത്തിട്ട് വീഡിയോയിൽ കാട്ടുന്ന മാതിരി ഒട്ടിച്ചു കൊടുക്കണം. ഇത് നമ്മൾ പൂവ് ഒട്ടിക്കുമ്പോൾ 2 സൈഡും ബലത്തിൽ നിൽക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ 2 സൈഡും നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ പറിച്ചെടുത്ത പൂവിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ അതിൻ്റെ വടി ഉണ്ടാവുമല്ലോ, കൊമ്പ് മടിക്കത്തെ വടി, അത് മുറിച്ച് വളയണം കത്രിക കൊണ്ടിട്ടോ. എന്നിട്ട് നമുക്ക് ഇൻസ്റ്റലേഷൻ ടാപ്പിന്മേൽ ഒട്ടിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂവ്, മൊട്ട്, ഇല പറിച്ചെടുക്കാം. ഞാൻ പിന്നെ ഒരു മൊട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മളെ മുല്ലപ്പൂവല്ല, ഒരു ലില്ലില്ലേ, അതാണ് കേട്ടോ. മുല്ലപ്പൂ ലില്ലിയാണോ ഗൈസ്? എന്നിട്ട് ഞാനൊരു ഇല ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇല ഞാൻ മാറ്റി കൊട്ടിക്കുന്നുണ്ട്, അങ്ങനെ കൊട്ടിക്കട്ടോ ഗൈസ്. ഇപ്പോൾ പുറത്തേക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുകളിലൂടെ ഇൻസ്റ്റലേഷൻ ടാപ്പ് ഒട്ടിക്കുമ്പോൾ റെഡിയാവും. പിന്നെ പൂവിൻ്റെ ഇതളുകൾ വെച്ചിട്ട് നമുക്ക് ആ ഇൻസ്റ്റലേഷൻ ടാപ്പിന്മേൽ ഡിസൈൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ 4 ഇതളുകളും ഒട്ടിച്ച് കഴിഞ്ഞ് പൂ വലിച്ചെറിയുമ്പോഴേ അതിനൊരു കുഞ്ഞി പൂവിൻ്റെ ഇത് എനിക്ക് കിട്ടിയിട്ടോ. അപ്പം ഞാൻ അതങ്ങോട്ട് വെട്ടിയെടുത്താണ്ട് ഇൻസ്റ്റലേഷൻ ടാപ്പിന്മേൽ ഒട്ടിക്കട്ടോ. ഞാൻ പിന്നെ ഒരു മൊട്ടൊട്ടിച്ചു. ഇതിൽ കുറേ പൂവാണുള്ളത്. പിന്നെ ഞാനൊരു ഇല ഒട്ടിച്ചു, പിന്നെ ഒരു പൂവും കൂടി ഒട്ടിച്ചു. പിന്നെ ഈ ബ്ലാങ്ക് ആയി കിടക്കുന്ന സ്ഥലത്തൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കെച്ച് വെച്ച് കളറൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്തിട്ടില്ല. അതിന് ശേഷം നമ്മൾ ഇൻസ്റ്റലേഷൻ ടാപ്പിൽ നിന്ന് വലിയൊരു കഷ്ണം എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഇതിൻ്റെ മുകളിലൂടെ ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ബാക്കി വന്നത് നമുക്ക് മടക്കി അപ്പുറത്തെ സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം, വീഡിയോയിൽ കാട്ടുന്ന മാതിരി. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ കത്രിക വെച്ച് ഇൻസ്റ്റലേഷൻ ടാപ്പിന്മേൽ വന്ന ബാക്കിയുള്ളതൊക്കെ, പുറത്തേക്ക് വന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യട്ടോ. വീഡിയോയിൽ കാണിക്കാൻ മറന്നു പോയതാണ്, ക്ഷമിക്കണം. ഞാൻ വെട്ടുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, അതിൻ്റെ കുറേ കഷ്ണങ്ങളൊക്കെ. ഓക്കെ, ഇങ്ങനെ കിട്ടി. അപ്പം നിങ്ങൾ കണ്ടില്ലേ കുറേ സ്പേസ്, ആ സ്പേസൊക്കെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ ഇൻസ്റ്റലേഷൻ ടാപ്പ് വെച്ചിട്ട് നമ്മൾക്ക് വലിയൊരു പീസ് എടുക്കണം കേട്ടോ. എന്നിട്ട് അത് മുറിച്ചെടുക്കണം. മുറിച്ചെടുത്തിട്ട് 2 സൈഡും, ഒരു സൈഡ് ഭാഗം
ഞാൻ വീഡിയോയിൽ കാട്ടുന്ന മാതിരി ഒട്ടിക്കുക. അതിനുശേഷം അത് ബാക്കി വന്നത് അപ്പുറത്തെ സൈഡിലേക്ക് മടക്കി ഒട്ടിക്കുക. ശേഷം വീഡിയോയിൽ കാട്ടുന്ന മാതിരി വെട്ടിയെടുക്കണം കേട്ടോ. ഞാൻ സ്പേസ് കണ്ടില്ലേ ഗൈസ്, അങ്ങനെ ഉണ്ടാവും. അത് സ്പേസ് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തത് കേട്ടോ. ഓക്കെ, പിന്നെ വീണ്ടും ഒരു ഇൻസുലേഷൻ ടേപ്പ് വലിയ കഷ്ണം എടുക്കണേ. അതിനുശേഷം അപ്പുറത്തെ സൈഡ് നമുക്ക് നേരത്തെ കാട്ടിയത് മാതിരി ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അത് ബാക്കി വന്നത് അപ്പുറത്തെ സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതേ നമ്മളെ ഇൻസുലേഷൻ ടേപ്പ് വെച്ചുള്ള ആർട്ട് ഇത്രയും പെട്ടെന്ന് റെഡി ആയിട്ടോ. ബാക്കി വന്നത് നേരത്തെ കാട്ടിയത് മാതിരി മുറിച്ച് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണ്ടാത്ത സൈഡുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കളയാട്ടോ. അപ്പം അതേ നേരത്തെ ഉണ്ടാക്കി വെച്ചതും ഞാൻ എടുത്തത് കേട്ടോ. നേരത്തെ ഒന്നും ഉണ്ടാക്കിയപ്പോഴാണ് എൻ്റെ കൂട്ടുകാർക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ച് ഞാൻ രണ്ടാമത് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് എടുത്തത്. ബൈ.